അദ്ദേഹം പറഞ്ഞതിലാണ്. പ്രതീക്ഷിക്കാം. എക്സൈസ് മന്ത്രിയുമായി ബാർ ഉടമകൾ ചർച്ച നടത്തിയിരിക്കുന്നു ഇന്ന്. തിരുവനന്തപുരത്ത് നിന്ന് ഡി ബിനോയ് ചേരുന്നു. എന്താണ് ഈ ചർച്ചയുടെ ലക്ഷ്യം? മദ്യനയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ തീരുമാനങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ടോ? തീർച്ചയായും പുതിയ മദ്യനയ രൂപീകരണത്തിന്റെ ഭാഗമായിട്ടാണ് എക്സൈസ് വകുപ്പ് മന്ത്രിയും ബാർ ഉടമകൾ, ഡിസ്റ്റിലറി ഉടമകൾ, ഒപ്പം തന്നെ ഇതിന്റെ ഹോസ്റ്റൽ ഡീലർമാർ ഇങ്ങനെ തുടങ്ങുന്ന ആളുകളുമായിട്ടുള്ള ഒരു ചർച്ച നിയമസഭാ കാര്യാലയത്തിൽ നടന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മദ്യനയവുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള ആരോപണങ്ങളായിരുന്നു നിയമസഭയ്ക്കകത്തും പുറത്തും ഉയർന്നു വന്നത്. മദ്യനയത്തിന്റെ പേരിൽ വലിയ തരത്തിലുള്ള ഒരു കോഴപ്പണം ഒഴുകുന്നു വരുന്ന തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതിന് മറുപടി എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെ നൽകുകയും ചെയ്തു. ജനിച്ചില്ലാത്ത ഒരു കുഞ്ഞിന് വേണ്ടി എന്തിനാണ് ഇത്തരത്തിൽ ഒരു ജാതകം എഴുതുന്നത് എന്ന തരത്തിലേക്കായിരുന്നു അദ്ദേഹം പറഞ്ഞു വെച്ചത്. അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു, ജൂൺ 12-ാം തീയതി മുതൽ പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ആരംഭിക്കും. അതിനുശേഷമായിരിക്കും പുതിയ മദ്യനയം പ്രാബല്യത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് ബാർ ഉടമകൾ നേരത്തെ തന്നെ പ്രധാനമായും അവർ ആവശ്യം ഉന്നയിച്ചിരുന്നത് ബാറിന്റെ സമയക്രമം നീട്ടുക, അതുപോലെ തന്നെ ഫ്രൈഡേ ഒഴിവാക്കുക, ഇങ്ങനെ തുടങ്ങിയ ടാക്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ഇത്തരം കുറെ ആവശ്യങ്ങൾ അവർ ഉന്നയിച്ചിരുന്നു. ഇത് എങ്ങനെ പരിഹരിക്കാം, ഇതെങ്ങനെ ഒഴിവാക്കാം, അതുപോലെ തന്നെ വിനോദസഞ്ചാര മേഖലയിൽ കൂടുതൽ ലിക്വർ ഷോപ്പുകൾ, ബിയർ പാർലറുകൾ, കള്ള് ഷോപ്പുകൾ എന്നിവ തുടങ്ങുന്നതിനെ കുറിച്ചുമൊക്കെ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വന്നിരുന്നു. ഇതെല്ലാം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രാഥമിക തല ചർച്ചയാണ് ഇന്ന് നിയമസഭയിൽ നടന്നത്. ബിനോയ്, കൊല്ലത്ത് നിന്ന് നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ഓൾ കേരള മദ്യപ അസോസിയേഷനിലെ രാഘവൻ പൈങ്കട എന്ന ആളൊരു സംശയം ചോദിക്കുന്നു. മദ്യപർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന എന്തെങ്കിലും തീരുമാനങ്ങൾ ഈ പുതിയ മദ്യനയത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നാണ്. നേരത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു. കഴിഞ്ഞ UDF സർക്കാരിന്റെ സമയത്ത് ബാറിന്റെ സമയം 12.5 മണിക്കൂറായിരുന്നുവെങ്കിൽ അത് കുറച്ച് 12 മണിക്കൂർ പ്രവർത്തന സമയം കുറച്ചിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്, മദ്യ ഉപഭോഗത്തിന്റെ അളവ് കുറഞ്ഞു എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. UDF സർക്കാർ ഡ്രൈ ഡേയുടെ എണ്ണം കൂട്ടിയിട്ട് പിന്നീട് അത് കുറച്ചു. മാത്രവുമല്ല, UDF സർക്കാരിന്റെ സമയത്ത് 4 മദ്യ നയങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ട് അത് പിന്നീട് പിന്മാറിയ ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ജനങ്ങളെ മദ്യ ഉപഭോഗവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അടുപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നയം LDF സർക്കാർ കൊണ്ടുവരില്ല എന്നാണ് എക്സൈസ് മന്ത്രി ഉറപ്പ്. കഴിഞ്ഞ ദിവസങ്ങൾ നിയമസഭയിലും ഇതേ ഉറപ്പ് തന്നെ നൽകിയിരുന്നു. എന്തായാലും ഈ വലിയ വിവാദങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ബാറിന്റെ പ്രവർത്തന സമയം നീട്ടുകയോ ഡ്രൈ ഡേ കുറയ്ക്കുകയോ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഒരുപക്ഷെ വിനോദസഞ്ചാര മേഖലയിൽ കൂടുതൽ ബിയർ പാർലറുകളും ഒപ്പം 5 സ്റ്റാർ 3 സ്റ്റാർ ലെവലുള്ള ഹോട്ടലുകളിൽ നമ്മുടെ സംസ്ഥാനത്തെ അവരവരുടെ പറമ്പുകളിൽ ചേർത്തുന്ന കള്ളുകൾ ആ റെസ്റ്റോറന്റുകൾ 5 സ്റ്റാർ 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടലുകളിലെ വിൽക്കാനുള്ള ഒരു അവസരവും ഉണ്ടാകും. അതുപോലെ തന്നെ ആളുകൾക്ക് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഷാപ്പുകളുടെ ഒരു ക്ലാസിഫിക്കേഷൻ, അതായത് വൃത്തി ഉള്ള ഒരു ഷാപ്പ്, കള്ള് ഷാപ്പുകൾ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഉയർത്തുന്നതിനെ കുറിച്ചുമൊക്കെ ആലോചിക്കുന്നുണ്ട്. ഒരു പക്ഷേ ആളുകൾക്ക് നല്ല ഭക്ഷണം കിട്ടുന്നതിനുള്ള ഒരു സാഹചര്യം ഷാപ്പുകളോട് ലഭ്യമാക്കാൻ എന്നൊരു നീക്കം കൂടി സർക്കാരിന്റെ ഭാഗത്ത്. എന്തായാലും കൂടുതൽ മദ്യഷാപ്പുകൾ തുടങ്ങുന്നു എന്ന തരത്തിലുള്ള വലിയ ആരോപണം UDF തന്നെ ഉന്നയിച്ചിരുന്നു. അത് കണക്കുകൾ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെ ഖണ്ഡിക്കുകയും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു നിയമസഭയിൽ. തീർച്ചയായും തൃശ്ശൂരിൽ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായതാണ് ഇനി നമ്മുടെ മുന്നിലുള്ള വാർത്ത. ഇടവേള കഴിഞ്ഞ് അതിലേക്ക് എത്താം.